മുട്ടയ്ക്ക് ഒരു അന്തസ്സുണ്ട്. കാരണം എല്ലാവരും ദേഹത്തിന് പോഷകം നൽകുന്നതാണ് മുട്ടയുടെ ജോലി. അപ്പം ഞാൻ എല്ലാവർക്കും പോഷകം നൽകുന്ന ഒരു കുട്ടിയാണ്. അടുത്ത ചലഞ്ചിൽ അമ്മയ്ക്ക് വേണ്ടി ഇതിനുള്ള റിവെഞ്ച് ഞാൻ തിരിച്ച് ചെയ്യും. ആരിത് ശബദം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ഒരു ഈറ്റിംഗ് ചലഞ്ചായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈറ്റിംഗ് ചലഞ്ചിൻ്റെ നെയിം യെസ്, നമ്മൾ എഗ്ഗ് കൊണ്ടുള്ള ഒരു ചലഞ്ചാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വലിച്ചു നീട്ടുന്നില്ല, നമുക്കിനി ഈറ്റിംഗ് ചലഞ്ചിലോട്ട് പോകാം. അപ്പോൾ അതിന് മുന്നേ നമ്മളെ വീഡിയോ ആരെങ്കിലും ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അത് മാത്രമല്ല തൊട്ടടുത്തുള്ള നമ്മൾ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് മറക്കാതെ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതാ നമ്മൾ എഗ് ചാലഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇവിടെ ഇരിക്കുകയാണ്. 3 ഇല വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, സിമ്പിളാണ് കേട്ടോ. ഇവിടെ 50 മുട്ട, ഇവിടെ 50 മുട്ട. ഈ മുട്ട ടോട്ടൽ 100 മുട്ടയാണ് കേട്ടോ ചാലഞ്ച്. 100 മുട്ട ചാലഞ്ചാണ്. ഇത് തൊലിക്കാത്ത മുട്ടയാണ് കേട്ടോ. ഉരിക്കാത്ത മുട്ട, തൊലിക്കാത്ത മുട്ട. വേറൊന്നുമല്ല, വളരെ സിമ്പിളാണ്. ഈ തൊലിക്കാത്ത മുട്ട നമ്മൾ ഇപ്പം തന്നെ തൊലിച്ച് കഴിക്കണം. ഇതാണ് ചലഞ്ച്. ഈ ടൈം എന്ന് പറയുന്നത് 10 മിനിറ്റ് ഉണ്ട് കേട്ടോ. 10 മിനിറ്റിൽ എത്ര പേരാണോ, അതായത് ആരാണോ കൂടുതൽ കഴിക്കുന്നത് അവരായിരിക്കും വിന്നർ. തോൽക്കുന്ന 2 പേരും പണിഷ്മെൻറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ എത്ര മുട്ട നമ്മൾ 3 പേരും കഴിക്കുന്നുണ്ടെന്ന് എൻ്റെ അമ്മ ഇവിടെ കണക്ക് എഴുതുന്നുണ്ട്. 1 1 1 1 അതല്ലേ? യെസ്, 1 1 1 എന്ന് പറഞ്ഞ് എഴുതുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിലൊന്നും ചീറ്റിങ്ങില്ല കേട്ടോ. സത്യസന്ധമായിട്ട് സാധനം. പിന്നെ വെള്ളം, കുരുമുളക്, ഇത് ടച്ചിങ്സ് ആണ് കേട്ടോ. കുരുമുളക്, ഉപ്പില്ല, കുരുമുളകേ ഉള്ളൂ. പിന്നെ ടൈമർ 10 മിനിറ്റിനകത്ത് ആരാണോ ഏറ്റവും കൂടുതൽ തൊലിച്ചിട്ട് മുട്ട കഴിക്കുന്നത് അവരാണ് ആക്ച്വലി വിന്നർ. ആൻഡ് 2 ലൂസേഴ്സ് പണിഷ്മെൻറ്റ് വാങ്ങേണ്ടി വരും. സോ നമുക്ക് ചാലഞ്ച് ചെയ്ത് തുടങ്ങാം. പറയൂ. റെഡി? 3 2 1 ഗോ. എൻ്റെ പൊന്നെ, ഇത്രയും ഭയങ്കര ഫാസ്റ്റ്. ഇവിടെ തൊലിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അയ്യ, അത് പറ്റൂലേ, അത് പറ്റൂല. ചീറ്റിങ്ങനെ എപ്പോഴും വെള്ളം കുടിക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ നീയല്ലേ ജയിക്കോളൂ. ഇല്ല, അയ്യോ, ഇവിടെ കുറച്ച് സ്റ്റക്കായി പോയമ്മ. ഓക്കെ, കുറച്ച് ടച്ചിങ് വരിക. അയ്യോ,
എനിക്കൊന്നും മുട്ടയും ടച്ചിങ് കുറച്ച് ഡ്രൈ ആയിപ്പോയി. കുറച്ചും കൂടി വെള്ളം അമ്മ ആരേത് ആ പൂജ എടുത്തതിന് ഒന്നാണ്. അത് സ്ട്രാറ്റജിയാണ് കേട്ടോ, ചിരിപ്പിക്കണം. ഞാനും ഞാൻ അന്ന് കഴിച്ച് ഇത് മൂന്നോ നേരെ നോക്ക്. ഈ സംഭവം ഇനി നേരെ നമുക്ക് തൊഴിക്കാൻ പറ്റുന്നുണ്ട്. എത്ര മിനിറ്റ്? വെള്ളത്തിൽ എന്തിനോ പുതിനയുടെ വെള്ളവും മുട്ടയും കോമ്പിനേഷൻ പറ്റണില്ല. ലെമൺ ജ്യൂസ്, ലൈം ജ്യൂസ് ആണല്ലോ ജ്യൂസ്. ഗ്യാസ് കയറിയിരിക്കണം തോന്നുന്നു. ഇതിൽ ഏറ്റവും ലാസ്റ്റ് തോക്കുന്ന ഒരാള് പണിഷ്മെന്റ് കാണിച്ചാ പോരെ. ഇത് ഞാൻ കാണാം. മാളല്ലേ മുട്ട കഴിക്കും വളരെ ഇങ്ങനെ മുട്ടയ്ക്ക് എന്തോ പറ്റി. കട മാറ്റണം, ഇനി മുട്ട കട മാറ്റേണ്ടി അറിയോ, എനിക്ക് വയ്യ. ഒരു ഡൗട്ട്, ഒരാൾക്ക് എങ്ങനെ 50 മുട്ട കഴിക്കണം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പറ്റുന്നില്ല, ഇറങ്ങണില്ല, കുറേ വെള്ളം വേണം കേട്ട. അയ്യോ, ഞാൻ സുല്ലി അടിക്കട്ടെ എനിക്ക്. ഇത് ക്ലിയർ വിന്നറാണ്, ഏട്ടനാണ് ക്ലിയർ വിന്നർ. നമ്മൾ ഇത് തോറ്റ്, ഇനി നോക്കണ്ട, ഇനി അത് നിർത്താൻ പറ്റൂല നമ്മളെ കൊണ്ട്. നിങ്ങൾ രണ്ടും ഒരുമിച്ചായിരുന്ന പോലെ തുടങ്ങിയത്. അത് നോക്കാം, നിങ്ങൾ രണ്ടും കൂടെ കോപ്പി വെക്കാൻ നോക്കും. അത് പറ്റൂലേ? പറ്റില്ല. ഞാൻ ഇവളാണ് കോമ്പറ്റീഷൻ. കുറച്ച് വെള്ളം നോക്കട്ടെ. 2 മിനിറ്റ് ആയതേ ഉള്ളൂ. 2 മിനിറ്റ് കൂടെ ഇനി ഉള്ളൂന്ന്. ബാക്കിലോട്ടാണ് പോണത്. സോറി, ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളൂ. അതെ നോക്കണം, കഴിച്ചിട്ട് ടൈം നമുക്ക് അടുത്തതായിട്ടില്ല, മഞ്ഞ മാറ്റി വെള്ളം മാറ്റി. സത്യം മോട്ടിവേഷൻ എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ ഞാൻ അമ്മയ്ക്ക് എൻ്റെ മുട്ട വിജയമായിട്ട് ഞാൻ മാറും. അത് ഞാൻ ഇവനായിട്ടല്ല, ഞാൻ മാറുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്ത് ഞാൻ അമ്മയെ ഞാൻ പ്രൗഡ് ആയിപ്പിക്കുന്ന. ഓക്കെ ബേബി, യാ കുറച്ച് വെള്ളം കട എടുക്കണേ. ആ എത്രയായി? അതിപ്പോ ഇത് 6 അല്ലേ? ആണോ? അപ്പൊ ഞാൻ തോറ്റ്. ഞാൻ അടുത്ത ചലഞ്ചിൽ അമ്മയ്ക്ക് വേണ്ടി ഞാൻ വിജയിക്കാം. ഈ ചലഞ്ച് അമ്മ എന്നോട് ക്ഷമിക്കേ. ഇൻസൾട്ട്.
മുട്ട എടുക്കാണ് അല്ല മുട്ടയിൽ ഞാൻ ആ ഇത് ഞാൻ എടുക്കൂല. ഇതെന്തിനാണ് വെള്ള സാധനം? ഈ വെള്ള സാധനം കഴിക്കാനുള്ള സാധനം നമുക്ക് വല്ല വെള്ളം മാത്രം മഞ്ഞയാണ് ഇറങ്ങാൻ പാടില്ല. തൊണ്ടയിൽ ഒട്ടുന്നു. ഇനി കുറച്ച് ദിവസം ജിമ്മിൽ പോകണ്ട. മുട്ടയെല്ലാം തിന്നില്ല. ജിമ്മിൽ പോണാണ് ഞാൻ ജിമ്മിൽ പോണത്. സമയം തിന്നാൻ പറ്റുന്നില്ല. വയ്യ ഏട്ടാ, നെഞ്ചിന്ന് ഇറങ്ങണില്ല. സമ്മതിക്കണം. ഈ 25, 50, 120 മുട്ടയൊക്കെ കഴിക്കുന്നവരെ ഒറിജിനലി സമ്മതിക്കണം. എന്നെ കൊണ്ട് പറ്റൂല. പക്ഷെ ബുൾസൈ പറ്റും കേട്ടാ. ബുൾസൈ ഞാൻ എത്ര വേണോ ഞാൻ കഴിക്കും. അത് മറ്റേ നടുക്കും ഇതിട്ട് ഞാൻ മതിയാക്കി. എനിക്ക് പറ്റുന്നില്ല. നോക്കട്ടെ. ഇനി 5 സെക്കൻഡ്. 4, 3, 2, 1, 0. തീർന്നു. ഞാൻ നേരത്തെ സ്റ്റോപ്പ് ചെയ്താൽ ഇതും കൂടെ കഴിച്ചോ. യെസ്, ഓക്കെ. എന്നാൽ ഞാൻ ഇത് എൻ്റെ കിങ്ങിനിക്ക് കൊടുക്കും. എൻ്റെ കിങ്ങിന് ഇത് ഇതിൻ്റെ ഇടയിലുണ്ട്. ഗെയിം കഴിഞ്ഞു. ഇനി പണിഷ്മെൻ്റ് ആണ്. പണിഷ്മെൻറ്റ് ഞാൻ അബദ്ധത്തിലൊന്നും പറഞ്ഞു. ലാസ്റ്റാണ് ഞാൻ ജയിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ടൈ ആയിരുന്ന ടൈമിൽ പെട്ടെന്ന് അല്ല നേരത്തെ 4-4 ആയിരുന്നപ്പം സമയം മഞ്ഞക്കുരുവാണ് എന്നെ ചതച്ചത്. ഇറങ്ങണില്ല സംഭവം. അത് സ്റ്റക്കൺ വേദന എടുക്കും. അതാണ് തീറ്റി മത്സരത്തിൽ ഞാൻ എപ്പോഴും വെറും ഒരു 0-കാരി. പനിഷ്മെന്റ് അതല്ല, മുട്ടയാണ്. കുഴപ്പമില്ല, മുട്ടയ്ക്ക് ഒരു അന്തസ്സുണ്ട്. കാരണം എല്ലാവരും ദേഹത്തിന് പോഷകം നൽകണതാണ് മുട്ടയുടെ ജോലി. അപ്പം ഞാൻ എല്ലാവർക്കും പോഷകം നൽകുന്ന ഒരു കുട്ടിയാണ്. അപ്പം ഐ എം സോ പ്രൗഡ് ഓഫ് ടു ബി എഗ്. പണിഷ്മെന്റ് നിങ്ങൾ തീരുമാനിച്ചു. പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ലാസ്റ്റ് എഗ് ഉണ്ട് ഇവിടെ. അത് ഇവിടെ കൈ ഉപയോഗിക്കാതെ വാവശം മാത്രം തിന്നുന്നതായിരിക്കും. അതാണ് ഇവിടെ പണിഷ്മെന്റ്. മുട്ടയൊക്കെ പറയും. ഓക്കെ, കൈയൊക്കെ ബാക്കിൽ വെച്ചോ. ഈ തോടൊന്ന് ഞാൻ മാറ്റിട്ട് പ്ലീസ്. എനിക്ക് ഡിസ്റ്റർബാണ് ഈ തോട്. ഇത് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കും. നമുക്ക് ഗാർഡൻ ഉണ്ട്. ടെറസിൻ്റെ മണ്ടയിൽ നമ്മൾ ചെറിയൊരു വെജിറ്റബിൾ ഗാർഡൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അപ്പം നമ്മളതിൽ വേസ്റ്റ് ആക്കൂല. കുറച്ച് ടച്ചിങ്സ് ഒക്കെ ഒന്ന് ഇതിന്റെ പുറത്ത് അയ്യോ ഇതിനുള്ള റിവെഞ്ച് ഞാൻ തിരിച്ച് ചെയ്യും. ശപഥം. കൈ ബാക്കി കെട്ടണ്ട, കാരണം ടച്ചിങ്സ് എല്ലാം കഴിയണേ. എന്ത് കഴിക്കട്ടെ? വെള്ളം വേണം. വേണമെങ്കിൽ കുറച്ച് നേരം നനച്ചു തരാം. റെസ്റ്റ് എടുക്കാമോ? അമ്മൂനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല മക്കളെ. കുറച്ച് തുള്ളി കൂടെ ഉണ്ട്. ജയിച്ചു.
പണിഷ്മെന്റ് ഏറ്റവും ജയിച്ച്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത്. ദിസ് ഈസ് ആരതി, അജയ്. അർച്ചന. ടാറ്റാ ബൈ ബൈ, സീ യു. അയ്യോ മുളക്.